ശബരിമലയിലെ പഴയ സ്വർണ്ണപ്പാളി എവിടെ പോയെന്ന് അറിയില്ലെന്ന് പുതിയ വാതിൽ നിർമ്മിച്ച ശില്പി എളവള്ളി നന്ദൻ പറയുന്നു. പഴയ സ്വർണം പൊതിഞ്ഞ വാതിൽ നിന്ന് സ്വർണ്ണപ്പൂട്ട് മാത്രമാണ് എടുത്തത്. ബാക്കി സ്വർണ്ണപ്പാളി എന്ത് ചെയ്തുവെന്ന് തനിക്കറിയില്ല. എളവള്ളിയിൽ വെച്ച് വാതിൽ നിർമ്മിക്കാം എന്നറിയിച്ചിട്ടും ബംഗളൂരുവിൽ നിർമ്മാണം നടത്തണമെന്ന് നിർദ്ദേശിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന് കൂടി ഇയാൾ പറയുന്നുണ്ട്. വിവാദങ്ങൾക്ക് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും വിളിച്ചുവെന്നും എളവള്ളി നന്ദൻ പറഞ്ഞു. ആദ്യം ആ പ്രതികരണത്തിലേക്ക്. ആ പഴയ വാതിലിൻ്റെ ലോക്ക് മാത്രം പുതിയ വാതിൽക്ക് വെച്ചിട്ടുള്ളൂ. മറ്റേ എന്നിട്ട് ഡോർ അവിടെ ഊരി കൊടുത്തു. ബാക്കി എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല. പിന്നെ പണി ചെയ്തത് ബാംഗ്ലൂരുള്ള ശ്രീരാമപുരത്ത് അമ്പലത്തിൽ വെച്ചിട്ടാണ്. അതിപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് പറഞ്ഞിട്ടാണ് അവിടെ ചെയ്യണമെന്ന്. നമ്മളിവിടെ വെച്ച് ചെയ്യാറുണ്ട്. അത്രയ്ക്കുള്ള കാര്യമുള്ളത്. അവിടെ നിന്ന് കൃത്യ അളവെടുത്ത് കൊണ്ടെന്നുള്ളതാണ് നമുക്ക് ഇവിടെ വെച്ച് ചെയ്യാവുന്നതുള്ളൂ. ദ്വാരപാലക ശില്പത്തിൻ്റെ വിഷയം വരണേൻ്റെ ഒരു 4 ദിവസം മുമ്പ് എന്നെ വിളിച്ചിരുന്നു. ഇങ്ങനെ ശബരിമല ഡോറിൻ്റെ അടിയിൽ സ്വർണ്ണവാതിൻ്റെ അടിയിൽ ചെമ്പിൻ്റെ ഒരു പാളി വെച്ചിട്ടുണ്ടോ എലി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത്. വിളിച്ചിട്ട് പറഞ്ഞു, നന്ദകുമാർ അതിൽ അസ്വാഭാവികത ഒന്നുമില്ല, അതിൽ മുള്ളാണി അടിച്ചിട്ടുണ്ടോയെന്ന് ചോദിക്കാനാണ് ഞാൻ വിളിച്ചത്. ചെമ്പ് പൊതിഞ്ഞിട്ടുള്ള അടക്കം വേറെ സ്ഥലത്ത് വെച്ചിട്ടാണ്. സൂരജ് സജി തൃശ്ശൂരിൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, ഈ എളവള്ളി നന്ദൻ എന്ന് പറയുന്നത് ശില്പിയാണെന്ന് മനസ്സിലാവുന്നു. അപ്പോൾ ഈ പുതിയ വാതിൽ നിർമ്മിച്ചതൊക്കെ നന്ദനാണെന്ന് വ്യക്തമായിട്ടുണ്ട്. പക്ഷേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച പോലും വിളിച്ചിട്ടുണ്ട്. അതായത് ഈ വിവാദം വരുന്നതിന് മുൻപ് വിളിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ചോദിച്ചറിയാനുണ്ടായിരുന്നു എന്ന് അതിൽ നിന്നും വ്യക്തവുമാണ്. എന്താണ് ഈ പുതിയ സ്വർണ്ണപ്പാളി കാണാതായതിനെ കുറിച്ചും അല്ലെങ്കിൽ ഈ വാതിലുമായി ബന്ധപ്പെട്ട് എളവള്ളി നന്ദൻ പറയുന്നത്? പ്രജിൻ ബോധപൂർവം ഇതിനകത്തേക്ക്, അതായത് ഈ എളവള്ളി നന്ദനെ കൊടുക്കാൻ ഒരു ശ്രമം നടന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ വിളിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പുതിയ വാതിൽ നിർമ്മിച്ചത് ഈ ഗുരുവായൂർ സ്വദേശിയായിട്ടുള്ള എളവള്ളി നന്ദനായിരുന്നു. അതിന്റെ മരപ്പണിയാണ് അദ്ദേഹം ചെയ്തത്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റി നിർദ്ദേശിച്ച അനുസരിച്ചാണ് ഈ മരപ്പണിയെല്ലാം തന്നെ ചെയ്തത്. ദേവസ്വം അധികൃതരും എല്ലാം ചേർന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം പറയുന്നത് ഈ പഴയ വാതിൽ നിന്ന് ഈ സ്വർണ്ണപ്പാളികളൊന്നും തന്നെ താൻ എടുത്തിട്ടില്ല. പകരം അതിലെ ലോക്ക് മാത്രം, അതായത് പൂട്ടാണ്, കോൽപൂട്ട് തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അഴിച്ചെടുത്ത് ഈ വാതിലിൽ പിടിപ്പിക്കുക മാത്രമാണ് ഉണ്ടായിരുന്നത്. ബാക്കി സ്വർണം അടക്കം മടക്കി നൽകുകയും ചെയ്തു. ശ്രീകോവിലിനകത്തേക്ക് എലി കയറുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് ഈ പഴയ വാതിൽ ഈ മാറ്റി സ്ഥാപിച്ചത്. ഒരു തവണ അവിടെ എത്തി, അതായത് ഈ സ്ത്രീ പ്രവേശനമൊക്കെ നടക്കുന്ന സമയത്താണ് ഇവർ ഈ വാതിൽ ഇണക്കി നോക്കുന്നതിന് വേണ്ടി സന്നിധാനത്തേക്ക് എത്തുന്നത്. ആ സമയത്ത് ഈ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അന്ന് ഈ പോലീസ് സ്റ്റേഷനിലാണ് ഇവർ താമസിച്ചതെന്ന് കൂടി പറയുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്തരത്തിൽ ഈ പോലീസ് ക്യാമ്പിലൊക്കെ ഇവർക്ക് താമസ സൗകര്യം ഒരുക്കാൻ കഴിഞ്ഞത് എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. എന്തായാലും സന്നിധാനത്തെത്തി തന്ത്രിയുടെയും ഒക്കെ സാന്നിധ്യത്തിൽ ഈ വാതിൽ ഇണക്കി പരിശോധിച്ചു. അതിനുശേഷം തിരിച്ചു വരികയും ചെയ്തു. പക്ഷേ ഈ പഴയ സ്വർണം എന്ത് ചെയ്തു എന്നത് സംബന്ധിച്ച് തനിക്കറിയില്ല എന്നുള്ളതാണ് നിലവിൽ എളവള്ളി നന്ദൻ പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഈ വിവാദം തുടങ്ങുന്നതിന് 4 ദിവസം മുൻപ് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ഫോണിൽ വിളിച്ചു. എന്നിട്ട് ഈ വാതിലിന്റെ താഴ്ഭാഗത്ത് ചെമ്പുപാളി എലി കയറാതിരിക്കുന്നതിന് വേണ്ടി പിടിപ്പിച്ചിരുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോൾ ബോധപൂർവമായി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അത് പിടിപ്പിച്ചതാണ് എന്ന് ഈ ശില്പി അത് പിടിപ്പിച്ചതാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു കോൾ റെക്കോർഡ് ആയിരിക്കാം ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ ഉദ്ദേശിച്ചതെന്നുള്ളതാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അങ്ങനെ ഈ ഫോൺ സംഭാഷണം അവിടെ അവസാനിപ്പിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് നമ്മൾ ഈ ശില്പിയുമായി സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണം വന്ന അന്ന് രാത്രി വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇദ്ദേഹത്തെ വിളിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. എന്നിട്ട് ഒരു മുള്ളാണി ഈ വാതിലിൽ അടിച്ചോ എന്ന സംശയം തീർക്കാൻ വേണ്ടിയാണ് താൻ വിളിച്ചത്. ആദ്യം വിളിച്ച ഫോൺ കോളിൽ ഒരു അസ്വാഭാവികത വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നം അവിടെ അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ് ശില്പി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രജിത്ത്, എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടൽ എല്ലായിടങ്ങളിലും ഉണ്ടാവുന്നുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റി നല്ലൊരു കലാകാരനാണ്. വളരെ പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്താണ് എല്ലാം ചെയ്തിരിക്കുന്നത്. കേസായപ്പോൾ പോലും ഇതെങ്ങനെ പോകുമെന്നൊക്കെ മാത്രമല്ല ഏതോ ടൂർ പോയാലെ അന്വേഷണം അയച്ചോട് മുന്നിൽ ഇങ്ങനെ പോവാ ഒരു കാര്യമില്ല എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ആ മുഖഭാവമൊക്കെ ശ്രദ്ധിക്കുകയായിരുന്നു. എങ്ങനെയാണ് ഈ മനുഷ്യൻ ഇത്രയും വലിയ നെറിയേട് കാണിക്കാൻ പറ്റിയത്? ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും കഴിഞ്ഞ വർഷം അടുത്തതിനെ സമീപിച്ചു എന്നുള്ളതാണ്. പോറ്റി പോറ്റാൻ അവിടെ ആളുണ്ടായിരുന്നു, അല്ലെ പിന്നെ കാര്യമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.